എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ആദർശിനെ കുറിച്ച് ഓർത്തിട്ട് നന്ദിനിയമ്മ പൊട്ടിക്കരയാണ്. ഈ സമയത്ത് നന്ദിനിയമ്മയോട് ഗൗരി പറഞ്ഞു, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? ആദർശേണ്ണ ഒരു കുഴപ്പമില്ല. ആദർശാണ് പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വരും. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ, ഇങ്ങനെ സങ്കടപ്പെട്ട് ബാക്കി എല്ലാവരെയും കൂടെ ആകെപ്പാടെ വിഷമത്തിലാക്കില്ലേ എന്ന് പറയാം. പെട്ടെന്ന് വേണി പറഞ്ഞു, ശരിയാ ഗൗരി പറഞ്ഞ കാര്യം ശരിയാ, എന്റെ മത്താപ്പ് തിരികെ ജീവിതത്തിലേക്ക് വരും. അത് ഓർത്തിട്ട് ഇനിയിപ്പോ ആർക്കും ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശിയുടെ അരിയിലേക്ക് എന്നിട്ട് ഗൗരി പറഞ്ഞു, മുത്തശ്ശി പറയാറില്ലേ വീണു പോകുന്ന തെറ്റൊന്നുമല്ല, പക്ഷെ എഴുന്നേക്കാതിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്ന്. അപ്പൊ അതുപോലെ തന്നെയാ, എഴുന്നേക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു കാരണവശാലും നമ്മളെ ആർക്കും തളർത്താൻ സാധിക്കില്ല എന്ന് പറയാം. ഈ സമയം മഹാദേവൻ പറഞ്ഞു, അല്ലേലും ഈ ചതി വേണ്ടായിരുന്നു പറയാണ്. ശരിക്കും പോയി വരുത്തി കൂട്ടി വെച്ചല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല എന്താ എന്താ മഹാദേവൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേ? അല്ല അങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുക. അല്ല എന്താ, ഞങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അതെ, ഇപ്പൊ ആരും വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നു. ആ രഞ്ജുവിന്റെ അടുത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഓർത്തല്ലോ ആദർശനെ കൂട്ടി വേണിമോൾ അങ്ങോട്ട് പോയത്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞേ, പിന്നെ എന്തിനെക്കുറിച്ചാ? ഞാന് ഇങ്ങനെയൊക്കെ ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞല്ലേ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന്. നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു? ഒരു കാരണവശാലും സംഭവിക്കില്ല. ആദർശ് ഉറപ്പായിട്ടും എഴുന്നേറ്റാണ് നേരം. എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ എന്റെ മരുമോനെ ഈ അവസ്ഥയിലാക്കിയതിന് പ്രധാന ഉത്തരവാദി പ്രൊഫസർ തന്നെയാന്ന് പറയണം. പ്രൊഫസറെ കുറ്റപ്പെടുത്തുന്ന കണ്ടപ്പം പെട്ടെന്ന് ആദർശനെ നയിച്ചില്ല. ആദർശന് മതി നിർത്തിയാൻ എന്ന് പറയാണ്. എന്റെ അച്ഛനെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. പാവം എന്റെ ഈ അവസ്ഥ കണ്ട് നെഞ്ചു വിങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയിരിക്കുക. ഈ സമയത്ത് എല്ലാവരുടെയും കൂടെ കുറ്റപ്പെടുത്തലോട് സഹിക്കാനായിട്ട് എന്റെ അച്ഛന് പറ്റിയെന്ന് വരില്ല. ഇതോടുകൂടി നിർത്തിയെന്ന് പറയാണ്. പെട്ടെന്ന് ഗൗരി പറഞ്ഞു, എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ആദർശൻ ഒരു കുഴപ്പമില്ല. ആദർശൻ എന്ത് വന്നാലും താങ്ങാനായിട്ട് വേണിയുണ്ടല്ലോ. വേണി കൂടെ കട്ട സപ്പോർട്ടുമായിട്ടുണ്ട്. അല്ലേ വേണി നിൽക്കണം. അതെ ഗൗരി, എന്ത് ആദർശൻ എന്ത് പറ്റിയാലും ഞാനുണ്ടെന്ന് പറയണം. പെട്ടെന്ന് മഹാദേവൻ പറഞ്ഞു, അന്നൊരു കാര്യം, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കുക. ഇനി ഇപ്പൊ ഇവിടെ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയണം. അല്ല നിങ്ങൾ എങ്ങനെയാ ശങ്കര വരുന്നതെന്ന് ചോദിക്കണം. ഞങ്ങൾ വന്നോളാം അച്ഛാ, അച്ഛൻ പൊക്കോളാൻ പറയണം. അങ്ങനെ മഹാദേവൻ അങ്ങ് ഇറങ്ങുമ്പോഴത്തേനും ഒരു കാര്യം കൂടെ വേണിയോട് പറഞ്ഞതേ, നീ ഒരു കാര്യം സൂക്ഷിക്കണം. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടാകുന്നൊരു ചിന്ത വേണം. പെട്ടെന്ന് ഗൗരിയുടെ ശങ്കറിന്റെയൊക്കെ ഉള്ളില് വല്ലാത്തൊരു ടെൻഷൻ. പാവം വേണി, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. എന്നിട്ട് പോലുമാണ് അവൾ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇത്ര സമയമായിട്ട് ആരും ചിന്തിച്ചു പോലും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് വേണിയുടെ മനസ്സിൽ ആന്തലുണ്ടായി, എന്റെ ഭഗവാനെ കുഞ്ഞില്ല എന്നുള്ള സത്യമൊക്കെ തുറന്നു പറഞ്ഞാലോ. ഇപ്പൊ തന്നെ പറ്റിയ സമയം, ഇതിനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് മഹാദേവൻ പുറകെ തന്നെ വേണി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഓടി അങ്ങ് ചെന്നിട്ട് അച്ഛാന്ന് വിളിക്കുകയാണ്. എന്താ ഈ സമയത്ത് മഹാദേവന് കോള് വരുന്നത്? എന്താ വേണിമോളെ, എന്താ കാര്യം ചോദിക്കുകയാണ്. പറയണോ വേണ്ട? ഈ പറഞ്ഞ ഭയങ്കര ഗുലുമാലായാലോ. ഈ സമയത്ത് ഇത് പറഞ്ഞ അടുത്ത പ്രശ്നം അതായിരിക്കും. വേണ്ട, ഇപ്പൊ പറയണ്ട. അച്ഛൻ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോണേ, അത് പറയാൻ വന്നാന്ന്. ശരി ശരി, ഞാൻ നോക്കി പൊക്കാളാന്ന് പറഞ്ഞിട്ട് മഹാദേവൻ അങ്ങോട്ട് പോവാണ്. വേണിക്ക് പറയാൻ ചെന്ന കാര്യം പറയാൻ സാധിച്ചില്ല. പിന്നീട് വേണി അകത്തേക്ക് കയറി വരുക. ഈ സമയത്ത് ആദർശനോടും ശങ്കരോടും, അതേ എന്റെ അളിയൻസെ ഒന്നുകൂടെ പേടിക്കണം കേട്ടോ. എന്താവശ്യം വന്നാലും ഞങ്ങളുണ്ട് കേട്ടോ. എന്തേലും ഒന്നും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി. എന്നാൽ ഞാനും ഗൗരിയും കൂടെ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയണം. അങ്ങനെ ആദർശനോട് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുന്ന സമയത്ത് നന്ദിനിയമ്മേനെ ഗൗരി അങ്ങോട്ട് വിളിക്കണം. അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുക. വിളിച്ചങ്ങ് മാറ്റിക്കൊണ്ടുപോയി. കഴുത്തേ കിടക്കുന്ന ഒരു മാല അങ്ങോട്ട് ഊരി കൊടുത്തിട്ട് നന്ദിനിയമ്മയുടെ കയ്യിലേക്ക് വെച്ചിട്ട്, ഇത് വെച്ചോ, അത്യാവശ്യം ചെലവുകൾക്കുള്ള പൈസയൊക്കെ ഇത് പണയം വെക്കോ വിൽക്കുവോ എന്ത് ചെയ്താലും കിട്ടും. അമ്മ ഇത് വെച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഇതും പിടിച്ച നന്ദിനിയമ്മ ഇങ്ങനെ നോക്കി നിൽക്കണം. നന്ദിനിയമ്മയ്ക്ക് മനസ്സിലായി ഗൗരിക്കറിയാം ഈ വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ എത്ര മാത്രമാണെന്നുള്ളത്. പിന്നീട് ഗൗരി ശങ്കർ ഉറങ്ങാൻ കിടക്കുവാണ്. ഈ സമയത്ത് ഗൗരിക്ക് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ഗൗരി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് കിടക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഗൗരി ഉറങ്ങാതിരിക്കുന്നു. ഇതെന്താ ഗൗരി, നിനക്ക് ഉറക്കമില്ലേ? നീ എന്തിനാ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കണമെന്ന് ചോദിക്കണം. എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് മനസ്സിലായി, അളിയൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ലേ ഇപ്പൊ ഉറക്കം വരാത്തെ. അളിയൻസ് ഒരു കുഴപ്പമൊന്നും ഇല്ലാന്നേ. അളിയൻസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ. അതല്ല പിന്നെന്താ കുഴപ്പം? ഇപ്പൊ ആദർശേന്റെ ചികിത്സയൊക്കെ നടത്തണമെങ്കിലേ കുറച്ച് പണം ചെലവാവൂല്ലേ? ചികിത്സയ്ക്ക് വേണ്ടി കുറെ പണം ചെലവാക്കിയാൽ മാത്രം ഇനി ആദർശേൻ എഴുന്നേറ്റ് കിടക്കുള്ളൂ. അത്ര നന്നായിട്ട് ചികിത്സ ചെയ്യണം. പക്ഷെ അതെന്റെ അച്ഛനെ കൊണ്ട് മാത്രം താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എന്നോർത്തിട്ട് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ അച്ഛനെ സഹായിക്കണം ശങ്കരേന്ന് പറയണം. ഇതാണ് കാര്യം. ഇത് ഓർത്ത് വിഷമിക്കണ്ട. എന്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. എന്റെ അച്ഛന് വേണ്ടി കയ്യിൽ കുറച്ച് പൈസ മേടിച്ചിട്ട് നമുക്ക് പ്രൊഫസർക്ക് കൊടുക്കാം. അത് പോരെന്ന് ചോദിക്കുകയാണ്. അത് വേണ്ട. അതെന്താ ഗൗരി നീ അങ്ങനെ പറഞ്ഞത്? ഒരാവശ്യം വരുമ്പോൾ എടുക്കാനുള്ള സാധനമല്ലേ ഈ പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അച്ഛൻ്റെ കോടികളുണ്ട്. ആ കോടികളിലെത്തുന്ന കുറച്ച് ലക്ഷങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ
എൻ്റെ അളിയൻസിന്റെ ചികിത്സ നടക്കും. എൻ്റെ അളിയൻസ് പഴയ പോലെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതുപോലെ പിന്നെന്താ കുഴപ്പം? എൻ്റെ അച്ഛന്റെ സ്വത്തുക്കൾക്ക് ഞാനും കൂടെ അവകാശിയാണല്ലോ. അതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? അത് ശരിയാകത്തില്ല. ഈ വീട്ടിലെ സ്വത്തുക്കളോ പണമോ ഒന്നും എൻ്റെ വീട്ടുകാർക്ക് കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പിന്നീട് വലിയ പ്രശ്നത്തെ ഇടയാക്കും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ അച്ഛനെ എങ്ങനെയാലും ശരിയാക്കുമായിരിക്കും. എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗൗരി ഇരിക്കുക. ഈ സമയത്ത് ശങ്കർ അങ്ങോട്ട് കിടന്നു. പിന്നീട് ശങ്കർ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഈ സമയത്ത് ഗൗരി ശങ്കറെ എന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ശങ്കർ ഉറങ്ങിപ്പോയിരുന്നു. പാവം. താൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്തോ. പക്ഷെ ആ മനസ്സുണ്ടല്ലോ, സഹായിക്കാന്ന് പറഞ്ഞ മനസ്സ് നല്ല മനസ്സാണ് ശങ്കറിന്റെ. താൻ തിരിച്ചറിയാതെ പോയെന്ന് ഓർത്തുകൊണ്ട് ഗൗരി ശങ്കറിന്റെ നെഞ്ചിലേക്ക് തലയച്ചു വെച്ച് മയങ്ങുവാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ഗംഗേനെ കൂട്ടിക്കൊണ്ട് ഗൗരി ക്ഷേത്രത്തിലേക്ക് വരണം. അപ്പം ഗംഗയോട് ഗൗരി ചോദിച്ചു, അല്ല ഇതെന്തിനാ ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്നേന്ന് ചോദിക്കണം. അതിനകത്തേക്ക് ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അപ്പൊ കാണിച്ചു തരാന്ന് പറയണേ. ഗൗരിക്ക് പരിചയം ഉണ്ടോന്ന് അറിയത്തില്ല. ഒരാളെ ഞാൻ കാണിച്ചു തരാന്ന് പറയണേ. എനിക്ക് പരിചയമുള്ള ആളെ? ചിലപ്പോൾ പരിചയം കാണുമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ പരിചയം കാണുമായിരിക്കുന്നോടാ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ശങ്കർ അവിടെ ഇടയ്ക്ക് കൊട്ടി പാടുന്നുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുക, നിൽക്കുന്ന ആളെ വലിയ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗൗരി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ. അപ്പൊ ശങ്കർ എന്നും രാവിലെ ഇതിനാണ് ഇങ്ങോട്ട് 4 മണിക്ക് വന്നോണ്ടിരുന്നേ. ഓഹോ, ജോലിക്ക് പോകണമെന്നും പറഞ്ഞോണ്ട് അപ്പൊ ക്ഷേത്രത്തിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ തന്നോട് ഇത്രയും കാലം കള്ളത്തരാ പറഞ്ഞുകൊണ്ടിരുന്നേ. പെട്ടെന്ന് ഗൗരിയുടെ നോട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലേ, അത് ശങ്കർ തന്നെ. ഇങ്ങനെ നോക്കാനൊന്നും വേണ്ട. എന്നും രാവിലെ ശംഖു വന്നുകൊണ്ടിരുന്ന ഇങ്ങോട്ടാ. പക്ഷെ ഗൗരി പോലും ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ ശംഖുവിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചു. കുറെ കാലമായി തുടങ്ങിയിട്ട്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു കാര്യം ചെയ്യ, ഗൗരി അങ്ങോട്ട് ചെല്ലാൻ പറയണം. ഗൗരി എന്ത് ചെയ്യണം? അങ്ങോട്ട് വന്ന് ശങ്കറിന്റെ ഇപ്പഴ തന്നെ കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ശങ്കർ ശ്രദ്ധിച്ചു. അതിനുശേഷം തിരുമേനി പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗൗരിയുടെ നോട്ടം കണ്ടപ്പോൾ ചോദിച്ചു, അല്ല അയാളെ അറിയാവുന്ന ചോദിക്കുകയാണ്. എനിക്കൊരു പരിചയമില്ല, അയാളെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ട് പോവാണ്. മുഖത്തടിയേറ്റവിലായി പോയി ശങ്കറിന്. ശങ്കർ ഒരിക്കലും പ്രതീക്ഷയില്ല ഗൗരി ഇങ്ങനെ പറയുന്നു. പെട്ടെന്ന് തന്നെ ശങ്കറിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. പുറകെ പോയിട്ട് തന്നെ കാര്യം. അങ്ങനെ ശങ്കർ എന്ത് ചെയ്യുവാണ്? കച്ചേരിയല്ല സാറേ, ഇടയ്ക്ക് കൊട്ടി കഴിഞ്ഞിട്ട് നേരെ ഗൗരി നിൽക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് ഗംഗ ഉണ്ടായിരുന്നു. ഓഹോ, അപ്പൊ നീയും കൂടെ ഒത്തോണ്ടുള്ള കളിയായിരുന്നു ഇതല്ലേ എന്ന് ചോദിക്കണം. എന്ത്? അല്ല സത്യം പറയട്ടെ, നീ അല്ലേ ഗൗരിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കണം. ഞാനൊന്നുമല്ല. സത്യം പറയാം, എനിക്ക് മനസ്സിലായി. അത്രയും ക്ഷേത്രങ്ങൾ തൃശ്ശൂരുണ്ടായിട്ട് നീ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അതിനർത്ഥം എന്നെ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഗൗരി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? എന്നോട് ശങ്കർ മിണ്ടണ്ട. ഇതിനു വേണ്ടി രാവിലെ 4 മണിക്ക് വന്നോണ്ടിരുന്നല്ലേ? എന്നോടൊരു വാക്ക് പറയാൻ വല്ലായിരുന്നോ? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണോ ശങ്കർ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടൊന്നുമില്ല. ഇതെനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയാന്ന് പറയാം. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്നോടൊരു വാക്ക് പറയാന്ന് പറയാം. ഗംഗ പറഞ്ഞു കൊടുക്ക. ഗൗരി ചോദിക്കുന്ന കേട്ടില്ലേ? നീയാ ഇതിനകത്ത് എല്ലാം ഉത്തരവാദി. നീയാണ് ഞങ്ങളുടെ ഇടയിൽ കിടന്ന് എനിക്കിട്ട് പാരമണത്. നീ പൊക്കെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. ഞങ്ങളുടെ പല പ്രശ്നങ്ങൾ കാണും. അതിനകത്ത് നീ ഇടപെടണ്ടെന്ന് പറയാ. അല്ലേലും അങ്ങനെയാണല്ലോ. പാലം കടക്കുവോളം നാരായണ. പാലം കടന്നു കഴിയുമ്പത്തേനും പാലം വലിക്കുന്ന സ്വഭാവമാണല്ലോ. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോയേക്കാം. GS എന്ന് പറയണേ. GS അതെന്താ? ഗൗരിയുടെ ജിയും ശങ്കറിന്റെ എസ്. എങ്ങനെയുണ്ട്? കൊള്ളാം, ഇത് സൂപ്പർ ആണല്ലോ എന്ന് ശങ്കർ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഗൗരിയോ ശങ്കറിനെ കുറിച്ചൊന്നും അല്ല, ഇനി കമലയെ കുറിച്ചുള്ള നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചു നിർത്തുന്നു. നന്ദി.